friends, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള നാടൻ രീതിയിൽ തയ്യാറാക്കണം കാന്താരി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കാന്താരി ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പച്ച കാന്താരി മുളക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത്രയും കാന്താരി മുളക് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ കാന്താരി മുളകിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ചില കാന്താരി മുളക് കൂടുതൽ എരിവുണ്ടായിരിക്കും, ചിലത് ചിലപ്പോൾ അത്രയ്ക്ക് ഉണ്ടാവണമെന്നില്ല. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ഇതിലേക്ക് ഒരു പിടി നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നാളികേരക്കൊത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷെ ഒരുപാട് കളർ ചേഞ്ച് ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയൊക്കെ ഈ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ് തന്നെ കൊടുക്കും. ഇനി ഇതും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 3 സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളുത്തുള്ളി ചതച്ചെടുത്തതും അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കണേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് തന്നെയാണ്. ഇനി കാന്താരി മുളക് ചതച്ചത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാന്താരി മുളക് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കണത്. ഇപ്പോൾ പഴുത്ത കാന്താരി മുളക് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് കറിക്ക് അത്യാവശ്യം നല്ല കളർ ഉണ്ടായിരിക്കും. ഇപ്പോൾ പച്ച കാന്താരി മുളകാകുമ്പോൾ അതൊരു ഗ്രീനിഷ് കളറിലായിരിക്കും ഇരിക്കുക. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇതിലേക്ക് കാന്താരി മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ഈ സവാളയുടെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെയൊക്കെ കൂടെ കിടന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരിക. അപ്പോഴായിരിക്കും ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അതുപോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എണ്ണ ഇതിലേക്ക് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് തന്നെ വഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കാന്താരി മുളക് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് ഇരിക്കണത്. കാന്താരി ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ സ്പൈസി ആയിട്ടുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് മാറി വരട്ടെ. ഈ ഒരു സമയത്ത് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കാന്താരി മുളക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളക് ഉപയോഗിച്ചിട്ടും ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നോളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഞാനിനി ഇതിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നോട്ടെ. ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. എല്ലാം കൂടി നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മീഡിയം സൈസുള്ള കഷ്ണങ്ങളോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിരിക്കും കൂടുതൽ മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ നന്നായിട്ട് തന്നെ വരിക കേട്ടോ. അതിനുശേഷം ഈ മസാലയും ചിക്കനും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നോട്ടെ.
ഈ കാന്താരി ചിക്കൻ ഞാനിപ്പോൾ ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ട്ടോ. ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ കുക്കായിട്ട് വരുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വന്നോളൂ ട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം വെള്ളം പുറത്തോട്ട് വന്നോളും. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഈ ചിക്കൻ കുക്കായിട്ട് വരാനുള്ളൊരു വെള്ളം ഇതിലുണ്ട്. ഇത് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കനനുസരിച്ച് ചിക്കൻ്റെ കുക്കിംഗ് ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. എപ്പോഴും ചിക്കൻ കറിയൊക്കെ സ്ലോ കുക്കിംഗ് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്കായിട്ട് ഒരു 3/4 ഭാഗത്തോളം ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നത്. ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഒരു അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗരം മസാലയൊക്കെ കൂടിപ്പോയാലും ചിക്കൻ കറിയൊന്നും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരില്ല. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല വീട്ടിൽ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ട്ടോ. അതുപോലെ ചിക്കൻ കറിയുടെ ഒരുപാട് വെറൈറ്റീസും ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് അതും കണ്ടു നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതോടൊപ്പം ചിക്കൻ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നോട്ടെ. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കാന്താരി ചിക്കൻ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒന്നും കൂടിയും ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാം. ഞാൻ പക്ഷേ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഡ്രൈ ആക്കണില്ല കേട്ടോ. അപ്പോൾ എങ്ങാനും നിങ്ങൾ കാന്താരി ചിക്കൻ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ എരിവ് കൂടിയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കറക്റ്റായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഞാനിപ്പോൾ എന്തായാലും നാളികേരപ്പാലൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇതിലിപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്ന നല്ല നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ ഡിഷ് തന്നെയാണ്. ഞാനിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മതി കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഈ ഒരു ചിക്കൻ ഡിഷ് എന്ന് പറയുന്നത് നല്ല ഫ്ലേവറോട് കൂടിയ ഒരു ചിക്കൻ ഡിഷ് തന്നെയാണ്. പ്രത്യേകിച്ച് ആ കാന്താരി മുളകിനൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെയുണ്ടല്ലോ. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷേ എരിവ് ഇഷ്ടമില്ലാത്തവർ തയ്യാറാക്കി നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെയായിരിക്കും ഇത് റെഡി ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കാന്താരി ചിക്കൻ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.